ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ വന്നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പസമയം ദൈവവചനം നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ദൈവനാമത്തിൽ ഞാൻ ശരണപ്പെടുന്നു. അതിനായി തിരഞ്ഞെടുത്ത വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. മേഘം പോലെയും തങ്ങളുടെ കിളിവാതിലുകളിലേക്ക് പ്രാവുകളെ പോലെയും പറന്നുവരുന്ന ഇവർ ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മേഘം പോലെയും തങ്ങളുടെ കിളിവാതിലുകളിലേക്ക് പ്രാവുകളെ പോലെയും പറന്നു വരുന്ന ഒരു കൂട്ടരെ നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ മേഘം എന്ന് നമ്മൾ അർത്ഥമാക്കുന്നത് വെള്ളമേഘങ്ങൾ ആകാശത്തിലേക്ക് ഇങ്ങനെ ഒഴുകി മാറുന്ന സമയം, ഒഴുകി നീങ്ങുന്ന സമയത്ത് സൂര്യൻ്റെ പ്രഭ തട്ടുമ്പോഴേക്ക് അത് അധികം ശോഭയുള്ളതായി മാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നല്ല വെയിലുള്ള സമയത്ത് ഹല്ലേലൂയ ഈ മേഘത്തെ നോക്കുമ്പോഴത്തേക്ക് നല്ല പ്രഭയോടെ നല്ല ഭംഗിയോടെ അത് ശോഭിച്ചു നിൽക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ആ കാഴ്ച ആരെയും മനോഹരപ്പെടുത്തുന്നതാണ്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. അങ്ങനെയാണെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അപ്രകാരം തന്നെയാണ്. വിശുദ്ധിയിലും വേർപാടിലും ആമേൻ ജീവിക്കുന്ന ദൈവസഭയെക്കുറിച്ച് കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മൾ ഹല്ലേലൂയ സ്തോത്രം എപ്പോഴും വെണ്മയോടെ ആമേൻ ശോഭിക്കുന്നവരായിട്ട് ആയിരിക്കുവാൻ തക്കവണ്ണം ആണ്. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആമേൻ മേഘത്തെ പോലെ ആമേൻ ശോഭിക്കുന്ന ഒരവസ്ഥ. ഹല്ലേലൂയ ആമേൻ. ഈ മേഘം ഹല്ലേലൂയ രാത്രി കാലങ്ങളിൽ അത് സഞ്ചരിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ആമേൻ നമ്മുടെ കണ്ണിന് അത് കാണുവാൻ തക്കവണ്ണം കഴിയാറില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്തെന്ന് വെച്ചാൽ രാത്രിയിലെ ആ ഇരുട്ട് മുഖാന്തരമാണ്. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഇരുളേറുന്ന അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടാകാം. ഹല്ലേലൂയ സ്തോത്രം. ആ നേരം ആ സമയത്ത് നമ്മെ ആർക്കും ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം ഗുണഗണങ്ങൾ ഹല്ലേലൂയ സ്തോത്രം കാണുവാൻ തക്കവണ്ണം മറ്റാർക്കും ഹല്ലേലൂയ സ്തോത്രം കഴിയാതെ ഇരിക്കുന്ന അവസ്ഥയിൽ ഹല്ലേലൂയ സ്തോത്രം കർത്താവിൽ ആശ്രയിച്ച് ഹല്ലേലൂയ സ്തോത്രം മുന്നോട്ട് പോകുന്ന ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഒരു വ്യക്തി ജീവിതത്തെ ഹല്ലേലൂയ സ്തോത്രം നോക്കിയാൽ ആമേൻ ഹല്ലേലൂയ സ്തോത്രം അതിൻ്റെ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ സ്തോത്രം മുമ്പോട്ടുള്ള ഗമനം ഹല്ലേലൂയ സ്തോത്രം ആമേൻ യേശുവിനെ നോക്കിയാണെങ്കിൽ ആമേൻ ഹല്ലേലൂയ സ്തോത്രം നീതി സൂര്യനാകുന്ന ആ ഹല്ലേലൂയ സ്തോത്രം കർത്താവിൻ്റെ പ്രഭയിൽ ഹല്ലേലൂയ സ്തോത്രം ശോഭിച്ച് മുന്നേറുവാൻ തക്കവണ്ണം ഒരു ദൈവവേദന സാധിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ സ്തോത്രയുടെ 2-ാമത്തെ പാർട്ട് നോക്കുമ്പോഴത്തേക്കും പ്രാവുകളെ പോലെ പറന്നു വരുന്ന ഹല്ലേലൂയ സ്തോത്രം ഒരു കൂട്ടരെയാണ് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ സ്തോത്രം കർത്താവിൻ്റെ കാന്തയെ ഹല്ലേലൂയ സ്തോത്രം പ്രാവിനോട് ഉപമിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് ദൈവവചനത്തിലെ പല ഭാഗങ്ങളിലും കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ സ്തോത്രം. സങ്കീർത്തന പുസ്തകം അതിൻ്റെ 55-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതേ, ഞാൻ ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കുമായിരുന്നു. കൊടുങ്കാറ്റിൽ നിന്നും പെരുങ്കാറ്റിൽ നിന്നും ബന്ധപ്പെട്ട് ഞാൻ ഒരു സങ്കേതത്തിലേക്ക് ഓടിപ്പോകുമായിരുന്നു. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുമ്പോഴേക്ക് ഹല്ലേലൂയ ഭക്തനായ ദാവീദ് ഹല്ലേലൂയ സ്തോത്രം താൻ ഇപ്രകാരം പറയുന്നു: പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതിൻ്റെ കാരണം ഹല്ലേലൂയ സ്തോത്രം പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നു പോകുമായിരുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം താഴോട്ടുള്ള ഭാഗങ്ങളിൽ വ്യക്തമാണ്. ഹല്ലേലൂയ കൊടുങ്കാറ്റിൽ നിന്നും പെരുങ്കാറ്റിൽ നിന്നും ബന്ധപ്പെട്ട് ഞാനൊരു സങ്കേതത്തിലേക്ക് ഓടിപ്പോകുമായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കുമായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. തൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഒത്തിരി പ്രതികൂലത്തിൻ്റെ കാലാവസ്ഥകൾ തനിക്ക് നേരിടേണ്ടി വന്നു. ഹല്ലേലൂയ സ്തോത്രം. മരുഭൂമിയുടെ അനുഭവങ്ങൾ ആമേൻ ഹല്ലേലൂയ സ്തോത്രം പെരുങ്കാറ്റിൻ്റെ അനുഭവങ്ങൾ കൊടുങ്കാറ്റിൻ്റെ അനുഭവങ്ങൾ ഇവയിൽ നിന്നെല്ലാം ഹല്ലേലൂയ സ്തോത്രം ദാവീദ് ഹല്ലേലൂയ സ്തോത്രം ഇങ്ങനെ ഓടുന്ന അവസരങ്ങൾ ഹല്ലേലൂയ സ്തോത്രം നമുക്കറിയാം. ഹല്ലേലൂയ സ്തോത്രം ഭക്തനായ ദാവീദ് തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഹല്ലേലൂയ സ്തോത്രം തൻ്റെ ഹല്ലേലൂയ സ്തോത്രം അപ്പൻ്റെ ആടുകളെ മേയിച്ച് കാട്ടിലും വനാന്തരങ്ങളിലും ഹല്ലേലൂയ സ്തോത്രം ദുർഘട മേടുകളിലെല്ലാം ഹല്ലേലൂയ സ്തോത്രം ആയിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആ സമയത്തും ഹല്ലേലൂയ സ്തോത്രം താൻ കിന്നരമെടുത്ത് ദൈവത്തെ സ്തുതിക്കുന്നതിൽ ഹല്ലേലൂയ സ്തോത്രം ഒട്ടും കുറവ് വരുത്തിയില്ല. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയുള്ള ഒരു ദാവീദിനെ ഹല്ലേലൂയ സ്തോത്രം ഇന്നത്തേതിൽ ദൈവം അഭിഷേകം ചെയ്യാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എന്നാൽ അഭിഷേകം വീണ ഹല്ലേലൂയ സ്തോത്രം ദാവീദിനെ ഹല്ലേലൂയ സ്തോത്രം ശൗൽ എന്ന ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ സ്തോത്രം ദുരാത്മാവ് ബാധിക്കപ്പെട്ട യഹോവയുടെ അഭിഷേകത്തിനെ കണ്ട് പേടിച്ച് ഹല്ലേലൂയ സ്തോത്രം പലവട്ടം ഓടി മാറേണ്ടി വന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം ഹല്ലേലൂയ സ്തോത്രം ദാവീദ് പ്രകാരം പറഞ്ഞു: ആമേൻ, ഞാൻ ഒരിക്കൽ ശൗലിന്റെ കയ്യാൽ ഹല്ലേലൂയ സ്തോത്രം ആമേൻ നശിക്കുകയുള്ളൂ. ആമേൻ. അത്രത്തോളം പ്രാണവേദനയിൽ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ദാവീദ് ആയിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഒരു പ്രാവശ്യം ഹല്ലേലൂയ സ്തോത്രം തന്നെ ഹല്ലേലൂയ സ്തോത്രം ഉദരത്തിൽ നിന്ന് തന്നെ പുറപ്പെട്ട അബ്ശലോമിന്റെ ഹല്ലേലൂയ സ്തോത്രം കയ്യിൽ വീഴാതെ വണ്ണം ഹല്ലേലൂയ സ്തോത്രം അവനെ പോലും പേടിച്ചിട്ട്
ആമേൻ ഹല്ലേലൂയ സ്തോത്രം യോർദാൻ കടന്നക്കരെ ഹല്ലേലൂയ സ്തോത്രം മരുഭൂമി വഴിയിൽ ഹല്ലേലൂയ സ്തോത്രം ഓടേണ്ടതായിട്ടും ആമേൻ ദാവീദിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ സ്തോത്രം വന്നു. ഹല്ലേലൂയ സ്തോത്രം ആമേൻ. ഇവിടെ എല്ലാം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആമേൻ ദാവീദ് ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഈ കഷ്ടതയിൽ കൂടെ എല്ലാം കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ ഈ മരുഭൂമിയുടെ അനുഭവത്തിൽ തളർന്നു വാടി പോകാതെ വണ്ണം ദൈവം അവനെ സൂക്ഷിച്ചു. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ദാവീദ് പറയുന്ന ഒരു കാര്യമാണ് ഹല്ലേലൂയ പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ മരുഭൂമിയിൽ ഹല്ലേലൂയ സ്തോത്രം ഞാൻ ദൂരത്ത് സഞ്ചരിച്ചു മരുഭൂമിയിൽ പാർക്കുമായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം ആമേൻ. എന്തുകൊണ്ടാണ് ദാവീദ് ഹല്ലേലൂയ സ്തോത്രം അങ്ങനെ പറഞ്ഞത്? ഹല്ലേലൂയ സ്തോത്രം എന്തുകൊണ്ടായിരിക്കാം ആമേൻ ഹല്ലേലൂയ സ്തോത്രം അങ്ങനെ പറഞ്ഞത്? ദൈവവചനത്തിൽ ഇപ്രകാരം പറയുന്നു, ആമേൻ മരുഭൂമിയിലാണ് ആമേൻ പ്രിയന്റെ സ്വരമുള്ളത്. ഹല്ലേലൂയ ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുവച്ചെന്ന് ഹല്ലേലൂയ അവിടെ വെച്ച് ഞാൻ ഹൃദ്യമായി അവളോട് സംസാരിക്കും. ആമേൻ. ദാവീദിന് ഒരു കാര്യം അറിയാം, ആമേൻ മരുഭൂമിയിൽ ചെന്നാലും ഹല്ലേലൂയ സ്തോത്രം തന്നെ വിടാത്തൊരു കർത്താവ് ആമേൻ അവിടെയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഇമ്പസ്വരം കേൾപ്പിച്ച് ഹല്ലേലൂയ ജീവനോട് നിർത്തുന്ന ആമേൻ തളരാതെ വണ്ണം ഹല്ലേലൂയ സ്തോത്രം ആമേൻ നിർത്തുന്ന ഒരു ഹല്ലേലൂയ സ്തോത്രം പ്രാണപ്രിയന്റെ ഇമ്പസ്വരം ഹല്ലേലൂയ മരുഭൂമിയിലേക്ക് ആമേൻ കേൾക്കുവാൻ തക്കവണ്ണം കഴിയുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം അത് നന്നായി അറിയാവുന്ന ദാവീദ് പ്രകാരം പറയുന്നു, ആമേൻ ഞാൻ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഞാൻ മരുഭൂമിയിൽ ഞാൻ ദൂരത്ത് സഞ്ചരിച്ചു മരുഭൂമിയിൽ പാർക്കുമായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ സ്തോത്രം ആമേൻ. ദൈവമക്കളാകുന്ന നമ്മുടെ ജീവിതത്തിനകത്ത് മരുഭൂമിയുടെ അനുഭവങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ഒത്തിരി നമുക്ക് നേരിടേണ്ടി വന്നെന്ന് വരാം. ഹല്ലേലൂയ സ്തോത്രം ആമേൻ. മരുഭൂമി എന്ന് പറഞ്ഞാൽ അധികം ആരും ഹല്ലേലൂയ സ്തോത്രം ആഗ്രഹിക്കാത്ത ആമേൻ ആഗ്രഹിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഹല്ലേലൂയ സ്തോത്രം ആമേൻ. ചൂടേറിയ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഒത്തിരി ഹല്ലേലൂയ സ്തോത്രം ബുദ്ധിമുട്ടുള്ള ഹല്ലേലൂയ മരിച്ചു പോകുമോ എന്ന് ആമേൻ ഭയപ്പെടുവാൻ തക്കവണ്ണം ഹല്ലേലൂയ സ്തോത്രം ആമേൻ വീണു പോകുമോ എന്ന് പോലും പേടിക്കത്തക്കവണ്ണം ഹല്ലേലൂയ സ്തോത്രം കുഴഞ്ഞു പോകുന്ന ആമേൻ വെള്ളം പോലും ചിലപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഹല്ലേലൂയ സ്തോത്രം ദാഹത്തിന് നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഹല്ലേലൂയ സ്തോത്രം അത്രയും കൈപ്പേറിയ കഷ്ടതയേറിയ ഒരു ഹല്ലേലൂയ സ്തോത്രം സ്ഥലമാണ് മരുഭൂമി. ഹല്ലേലൂയ സ്തോത്രം ആ മരുഭൂമിയും ദാവീദ് ഹല്ലേലൂയ ആഗ്രഹിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഹല്ലേലൂയ സ്തോത്രം ഇതിനെയെല്ലാം ജയിക്കുന്ന ഒരു കർത്താവിന്റെ ഹല്ലേലൂയ സ്തോത്രം പ്രാണപ്രിയന്റെ ഇമ്പസ്വരം ആമേൻ ഹല്ലേലൂയ നമ്മെ ശക്തിപ്പെടുത്തുന്ന ഹല്ലേലൂയ ഏത് തളർച്ചയിലും നമ്മെ ശക്തിപ്പെടുത്തുന്ന ബലപ്പെടുത്തുന്ന ആമേൻ പ്രാണപ്രിയന്റെ സ്വരം അവിടെ ഉണ്ടെന്നുള്ള ഹല്ലേലൂയ സ്തോത്രം ബോധ്യമാണ് ഹല്ലേലൂയ സ്തോത്രം ദാവീദിന് ഹല്ലേലൂയ സ്തോത്രം ആമേൻ ദാവീദിനെ അതിന് പ്രേരിപ്പിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ആമേൻ ഉത്തമഗീതം ഹല്ലേലൂയ സ്തോത്രം അതിന്റെ 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം ആമേൻ. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ. ഹല്ലേലൂയ സ്തോത്രം പ്രാണന്റെ പ്രിയന്റെ സ്വരം ഹല്ലേലൂയ പ്രാണപ്രിയന്റെ സ്വരം ഏതാന്ന് ചോദിച്ചാൽ ആമേൻ ഇതാണ് ഹല്ലേലൂയ സ്തോത്രം കർത്താവിന്റെ ഇമ്പസ്വരം. ഹല്ലേലൂയ കർത്താവിന് പറയാനുള്ളത് ഇത്ര മാത്രം, എന്റെ പ്രിയെ ഹല്ലേലൂയ സ്തോത്രം പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ ഹല്ലേലൂയ സ്തോത്രം ആമേൻ. കർത്താവ് ഹല്ലേലൂയ സ്തോത്രം ആമേൻ നമ്മെ കാണുന്നത് ഹല്ലേലൂയ സ്തോത്രം ഏത് അവസ്ഥയിലും മരുഭൂമിന്റെ ചൂടിലും ഹല്ലേലൂയ സ്തോത്രം വെയിലിന്റെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ചൂടേറ്റ് ഹല്ലേലൂയ വാടി കരയുന്ന അനുഭവത്തിലും ആമേൻ ഹല്ലേലൂയ കറുത്ത നിറം ഹല്ലേലൂയ സ്തോത്രം ഏൽക്കുന്ന ഹല്ലേലൂയ സമയത്ത് പോലും കർത്താവ് നമ്മെ വിളിക്കുന്ന ഒരു കാര്യം ഹല്ലേലൂയ സ്തോത്രം എന്റെ പ്രാവേ എന്ന് വിളിക്കാനാണ് ദൈവത്തിന് ഹല്ലേലൂയ ഇഷ്ടം. ഹല്ലേലൂയ സ്തോത്രം ആമേൻ ആമേൻ. ഈ പ്രാവിന്റെ സ്ഥാനം എവിടെയാണ്? ഹല്ലേലൂയ പാറയുടെ പിളർപ്പിൽ. ഹല്ലേലൂയ ഏതാണ് പാറ? ഹല്ലേലൂയ സ്തോത്രം യുഗങ്ങളുടെ പാറയായ ക്രിസ്തു ഹല്ലേലൂയ സ്തോത്രം നമുക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം പിളർന്ന ഒരു പാറയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം ആമേൻ. ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ പാപ പരിഹാരത്തിന് വേണ്ടി ആമേൻ ഹല്ലേലൂയ പിളർക്കപ്പെട്ട ഒരു പാറ ഹല്ലേലൂയ തകർക്കപ്പെട്ട പാറ ഹല്ലേലൂയ സ്തോത്രം ആമേൻ. ഹല്ലേലൂയ സ്തോത്രം ഈ പാറ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ആമേൻ നമുക്കൊരു മറവിടമാണ്. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ പാറ എന്ന് പറയുന്ന അനുഭവം നമുക്കറിയാം. പാറ എന്താണ് പാറ? ഹല്ലേലൂയ സ്തോത്രം ആമേൻ അത് ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ നല്ല ഒത്തിരി ഹല്ലേലൂയ സ്തോത്രം മൂർച്ചയേറിയ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഒത്തിരി ഹല്ലേലൂയ സ്തോത്രം തകർന്നു പോകുവാൻ സാധ്യതയുള്ള ആമേൻ ഒത്തിരി ബലമുള്ള ഹല്ലേലൂയ ഉറപ്പുള്ള ഒന്നാണ് പാറ. ഹല്ലേലൂയ സ്തോത്രം ആമേൻ. ചിലപ്പോൾ ഹല്ലേലൂയ സ്തോത്രം പാറയുടെ മറവിൽ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ചിലപ്പോൾ ഒന്ന് മുറിഞ്ഞെന്ന് വരാം. ഹല്ലേലൂയ സ്തോത്രം രക്തം ഒഴുകേണ്ട അവസ്ഥ വന്നെന്ന് വരാം. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ആമേൻ ഹല്ലേലൂയ സ്തോത്രം അതിനെല്ലാം അതിജീവിക്കുന്ന പ്രാവിന്റെ ഒരു കാര്യം പറയാനുണ്ട്. ഹല്ലേലൂയ സ്തോത്രം ലോകത്തിലെ ദുഷ്ടമൃഗങ്ങൾക്കോ ഹല്ലേലൂയ സ്തോത്രം ഒന്നിനും തൊടാൻ പറ്റാത്ത ഒരു സംരക്ഷണം അതിനകത്തുണ്ട്. ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ നോക്കുകയാണെങ്കിൽ പിളർന്ന ഒരു പാറ ഹല്ലേലൂയ ക്രിസ്തുവിൽ ആമേൻ ഒളിച്ചിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി വേദന അവൻ എന്ത് ഹല്ലേലൂയ സ്തോത്രം ഒത്തിരി കൂർത്ത അനുഭവങ്ങൾ ഹല്ലേലൂയ സ്തോത്രം അവന്റെ ജീവിതത്തിനകത്ത് അവന് നേരിടേണ്ടി വന്നെന്ന് വരാം. ഹല്ലേലൂയ സ്തോത്രം രക്തം ഒഴുകുന്ന അനുഭവം പോലും അവൻ നേരിട്ടെന്ന് വരാം. ഹല്ലേലൂയ സ്തോത്രം. എങ്കിലും അതിനകത്ത് ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ സ്തോത്രം സംരക്ഷണയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം അതിനകത്തും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം സംരക്ഷണയുള്ള ഒരു അനുഭവം ഹല്ലേലൂയ സ്തോത്രം അതിനകത്തുണ്ട്. ഹല്ലേലൂയ സ്തോത്രം അത്
അതറിയാവുന്ന പ്രാവ് ഹല്ലേലൂയ സ്തോത്രം ആമേൻ എത്ര വേദനയുടെ അനുഭവത്തിലും ആമേൻ എത്ര ദുഃഖത്തിന്റെയും കഷ്ടത്തിന്റെ അനുഭവത്തിലും ആമേൻ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ആ പാറ വിട്ടു പോകാതെ ആമേൻ പാറയുടെ ആ പിളർപ്പ് വിട്ടു പോകാതെ ഹല്ലേലൂയ സ്തോത്രം അതിനകത്ത് തന്നെ ആമേൻ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ സ്തോത്രം ആമേൻ. ഹല്ലേലൂയ യെശയ്യാവിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഹല്ലേലൂയ സ്തോത്രം 60:8 ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം ആമേൻ. തങ്ങളുടെ കിളിവാതിലുകളിലേക്ക് പ്രാവുകളെ പോലെ പറന്നു വരുന്ന ഇവർ ആർ. ഹല്ലേലൂയ. ഈ പ്രാവ് എങ്ങോട്ടാണ് പോകുന്നത്? ഹല്ലേലൂയ തങ്ങളുടെ കിളിവാതിലേക്ക്. ഹല്ലേലൂയ സ്തോത്രം ആമേൻ. ഇപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ആമേൻ മരുഭൂമിയിലും ആമേൻ ഹല്ലേലൂയ സ്തോത്രം ദുഃഖത്തിന്റെ അനുഭവത്തില് ആമേൻ ഹല്ലേലൂയ അന്യദേശത്ത് ഹല്ലേലൂയ സ്തോത്രം പൂർവ്വപിതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം നമ്മൾ അന്യദേശത്ത് പരദേശികളായിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം ആമേൻ. അവർക്ക് ഈ ഭൂമി ഹല്ലേലൂയ അന്യദേശമായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം ഒത്തിരി ധനവാന്മാരായിരുന്നു, ഒത്തിരി ഹല്ലേലൂയ സ്തോത്രം സമ്പത്തുള്ളവരായിരുന്നു. എങ്കിലും ഹല്ലേലൂയ സ്തോത്രം കർത്താവിനെ കണ്ട് അവർ പറഞ്ഞു ഹല്ലേലൂയ സ്തോത്രം ഇത് നമുക്ക് അന്യദേശമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ആമേൻ. അവർ അന്യദേശം എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ആമേൻ ഹല്ലേലൂയ സ്തോത്രം നിത്യമായ ഒരു കൂടാരത്തിന് വേണ്ടി കാത്തിരുന്നതായിട്ട് നമുക്ക് ഹല്ലേലൂയ ദൈവവചനത്തിൽ നിന്ന് കാണുവാൻ തക്കവണ്ണം ഇടയായി തീരെ. ഹല്ലേലൂയ സ്തോത്രം ഇവിടെ ഹല്ലേലൂയ സ്തോത്രം മരുഭൂമിയിലും ഹല്ലേലൂയ പാറയുടെ പിളർപ്പിലുമെല്ലാം ഹല്ലേലൂയ സ്തോത്രം കഴിച്ചുകൂടിയ ഹല്ലേലൂയ സ്തോത്രം ഈ പ്രാവ് ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഒരു നാൾ ഹല്ലേലൂയ സ്തോത്രം തന്റെ സ്വന്തം കൂടാരത്തിലേക്ക് ആമേൻ പറന്നു പോകുന്നതായിട്ട് നമുക്ക് ഹല്ലേലൂയ സ്തോത്രം ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായി തീരെ. ഹല്ലേലൂയ ആമേൻ. ദുഃഖമില്ലാത്ത ഹല്ലേലൂയ സ്തോത്രം വേദനയില്ലാത്ത ആമേൻ മുറവിളിയില്ലാത്ത ഹല്ലേലൂയ കണ്ണുനീരെന്തെന്നറിയാത്ത ഹല്ലേലൂയ സ്തോത്രം ആമേൻ സ്വന്തമായ ഒരു കൂടാരത്തിലേക്ക് ഒരു നാൾ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ഇണക്കിളി വന്ന് ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഈ ഹല്ലേലൂയ സ്തോത്രം ഇണപ്രാവിനെ ചേർക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ സ്തോത്രം അതിനുള്ള സമയം ആമേൻ ഹല്ലേലൂയ ആസന്നമായി അതിവിദൂരത്തല്ല. ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ സ്തോത്രം ആ പ്രാണപ്രിയനാകുന്ന ആമേൻ ആ ഇണക്കിളിയെ ഹല്ലേലൂയ സ്തോത്രം ഇണപ്രാവിനെ നോക്കി കാത്തിരുന്നു കൊണ്ട് ആമേൻ വീണ്ടും ഹല്ലേലൂയ സ്തോത്രം വിശുദ്ധിയിലും വേർപാടിലും ആമേൻ ഹല്ലേലൂയ സ്തോത്രം തങ്ങളെ തന്നെ ഒരുക്കിക്കൊണ്ട് വീണ്ടും ഹല്ലേലൂയ സ്തോത്രം പ്രിയന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. പ്രിയന്റെ സ്വരത്തിന് വേണ്ടി നമുക്ക് കാതോർക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന വാക്കുകളോടെ എന്റെ ചെറിയ വിഷയത്തിൽ നിന്ന് വിരമിക്കുന്ന ദൈവത്തിന് സ്തോത്രം.